ഹായ് ഫ്രണ്ട്സ്, സൈമാത്ത് ഫൗണ്ടേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് NMMS എക്സാമിനേഷൻ്റെ സാറ്റ് കാറ്റഗറിയിൽ വരുന്ന സെൽ ആൻഡ് ടിഷ്യൂസ് എന്ന് പറഞ്ഞ ടോപ്പിക്കിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതുപോലെ എന്താണ് ടോപ്പിക്സുമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾക്കറിയാം പുതിയൊരു സംരംഭമാണ് നമ്മുടെ സൈമാത്ത് ഫൗണ്ടേഷൻ. അപ്പോൾ എല്ലാവരും തുടർന്നും നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണം. നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ ക്ലാസ്സും നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. സോ നമുക്ക് ടോപ്പിക്സിലേക്ക് കടക്കാം അല്ലേ. ഓക്കെ, നമ്മുടെ ടോപ്പിക്കിന്റെ പേര് സെൽ ആൻഡ് ടിഷ്യൂസ് എന്നാണ്. അപ്പോൾ ഇതിൽ ആദ്യത്തെ കാര്യം എന്താണ്? സെല്ലാണ്. എന്താണ് സെൽ? അപ്പോൾ സെല്ലിനെ പറ്റിയുള്ള ഏറ്റവും മിനിമൽ ആയിട്ടുള്ള ഡെഫിനിഷൻ ആണ് ദ ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ലൈഫ്. ജീവൻ, ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവന് കാരണമായിട്ടുള്ള ഏറ്റവും ചെറിയ യൂണിറ്റിനാണ് നമ്മൾ എന്ത് പറയുന്നത്? സെൽ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു വസ്തു അല്ലെങ്കിൽ ഒരു ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ഏറ്റവും ചെറിയ സ്ട്രക്ചറിനെ നമ്മൾ പറയുന്ന പേരാണെന്ത്? സെല്ല്. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി സെൽസിന്റെ ഡിസ്കവറിയുമായി ബന്ധപ്പെട്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് ഇവിടെ ഉള്ളത്. കുറച്ച് സയന്റിസ്റ്റുമാരും അവരെ ഇതിലുള്ള കോൺട്രിബ്യൂഷൻസും ആണ്. ഓക്കെ, ആദ്യത്തെ സയന്റിസ്റ്റിന്റെ പേരാണ് റോബർട്ട് ഹൂക്ക്. റോബർട്ട് ഹൂക്ക് എന്താ ചെയ്തത്? ഫസ്റ്റ് ഡിസ്കവേർഡ് ദ സെൽ. ഒരു സെല്ലിനെ ആദ്യമായിട്ട് ഡിസ്കവർ ചെയ്ത ആരാണ്? റോബർട്ട് ഹൂക്ക് ആണ്. ഓക്കെ അല്ലേ മക്കളെ? അപ്പോൾ അടുത്ത പോയിന്റ് എന്താണ്? അടുത്ത സയന്റിസ്റ്റ് ആന്റോൺ വാൻ ല്യൂവൻഹോക്ക്. ആന്റോൺ വാൻ ല്യൂവൻഹോക്ക്. ഈ സയന്റിസ്റ്റ് എന്താ ചെയ്തു വെച്ചാൽ ഒബ്സർവ്ഡ് ലൈവ് സെൽ. ഓക്കെ, റോബർട്ട് ഹുക്ക് കണ്ട സെൽ എങ്ങനത്തതായിരുന്നു? ഡെഡ് സെല്ലായിരുന്നു. അപ്പോൾ സ്റ്റിൽ ലൈവ് ആയിട്ടുള്ള ഒരു സെല്ല് ആദ്യമായിട്ട് കണ്ടത് ആരാണ്? ആന്റോൺ വാൻ ല്യൂവൻഹോക്ക് ആണ്. ഓക്കെ, അടുത്ത സയന്റിസ്റ്റിന്റെ പേര് മത്തിയാസ് ഷ്ലീഡൻ എന്നാണ്. ഓക്കെ, ഷ്ലീഡൻ എന്താണ് ചെയ്തത്? ഡിസ്കവേർഡ് ദാറ്റ് ഓൾ പ്ലാന്റ്സ് ആർ കമ്പോസ്ഡ് ഓഫ് സെൽസ്. എല്ലാ സസ്യങ്ങളും സെല്ല് വെച്ചിട്ടാണ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞതാണ് ആര്? ഷ്ലീഡന്റെ കോൺട്രിബ്യൂഷൻ. അതുപോലെ മറ്റൊരു സയന്റിസ്റ്റ് ഉണ്ട്, എന്താണ്? തിയോഡർ ഷ്വാൻ. ഷ്വാൻ എന്താണ് ചെയ്തത്? ഡിസ്കവേർഡ് ദാറ്റ് ഓൾ ആനിമൽസ് ആർ കമ്പോസ്ഡ് ഓഫ് സെൽസ്. ഷ്ലീഡൻ എന്ത് ചെയ്തു? പ്ലാന്റ്സ് ഒക്കെ സെല്ല് വെച്ചിട്ടാണ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. ഷ്വാൻ എന്ത് ചെയ്തു? ആനിമൽസിനൊക്കെ ഉണ്ടാക്കിയത് എന്ത് വെച്ചിട്ടാണ്? സെല്ല് വെച്ചിട്ടാണ് പറഞ്ഞു. ഇനി അവസാനത്തെ ഒരു സയന്റിസ്റ്റ് ആണ് റുഡോൾഫ് വിർഷോ. റുഡോൾഫ് വിർഷോന്റെ കോൺട്രിബ്യൂഷൻ എന്താണ്? സെൽ തിയറി. ഓക്കെ, സെൽ തിയറി ആണ് എന്ത്? റുഡോൾഫ് വിർഷോന്റെ കോൺട്രിബ്യൂഷൻ. അപ്പോൾ ഈ സയന്റിസ്റ്റുമാരൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ആദ്യത്തേത് റോബർട്ട് ഹുക്ക് ആണ്. എന്താണ് ചെയ്തത്? സെല്ലിനെ ആദ്യമായിട്ട് ഡിസ്കവർ ചെയ്തു. ഓക്കെ, ആന്റോൺ വാൻ ല്യൂവൻഹോക്ക് എന്ത് ചെയ്തു? ആദ്യമായിട്ടൊരു ലൈവ് സെല്ലിനെ ഡിസ്ക്രൈബ് ചെയ്തതാണ്. ഷ്ലീഡൻ പ്ലാന്റ്സ് ഒക്കെ സെൽ വെച്ചിട്ടാണ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. അതുപോലെ ഷ്വാൻ എന്ത് ചെയ്തു? ആനിമൽസിനൊക്കെ ഉണ്ടാക്കിയത് സെൽ വെച്ചിട്ടാന്ന് പറഞ്ഞു. ഫൈനലി റുഡോൾഫ് വിർഷോ ആണ് സെൽ തിയറി കണ്ടുപിടിച്ചത്. ഇനി നമുക്ക് അടുത്തതായിട്ട് എന്താണ് സെൽ തിയറി എന്ന് നോക്കാം അല്ലേ. സെൽ തിയറിയിലെ 3 പോയിന്റ്സ് ആണ് പറഞ്ഞത്. ആദ്യത്തെ പോയിന്റ് എന്താണ്? ഓൾ ഓർഗാനിസം ആർ മെയ്ഡ് അപ്പ് ഓഫ് 1 or more സെൽസ്. എല്ലാ ഓർഗാനിസംസും ഉണ്ടാക്കിയിരിക്കുന്നത് എന്ത് വെച്ചിട്ടാണ്? സെൽസ് വെച്ചിട്ടാണ്. 1 or more സെൽസ്. അപ്പോൾ ഒരു സെല്ലുള്ള ഓർഗാനിസംസും ഉണ്ടാവും, ഒന്നിൽ കൂടുതൽ സെല്ലുള്ള ഓർഗാനിസംസ് ഉണ്ടാവും. ഒരു സെല്ലുള്ള ഓർഗാനിസത്തിനെ നമ്മൾ എന്ത് പറയും? യൂണിസെല്ലുലാർ. യൂണിസെല്ലുലാർ എന്ന് പറഞ്ഞാൽ ഒരു സെല്ല്. അതിന്റെ എക്സാമ്പിൾ ആണ് എന്ത്? ബാക്ടീരിയാസ് ഒക്കെ യൂണിസെല്ലുലാർ ആണ് അല്ലേ. പിന്നെന്താണ്? മോർ സെൽസ്. മോറിനെ നമ്മൾ എന്ത് പറയും? മൾട്ടി സെല്ലുലാർ. അപ്പൊ യൂണിസെല്ലുലാർ എന്ന് പറഞ്ഞാൽ മെയ്ഡ് അപ്പ് ഓഫ് 1 സെല്ലാണ്. മൾട്ടി സെല്ലുലാർ പറഞ്ഞാൽ എന്താണ്? മെയ്ഡ് അപ്പ് ഓഫ് മോർ ദാൻ 1 സെല്ലാണ്. ഇതിന്റെ എക്സാമ്പിൾസ് ആണ് നമ്മൾ ഹ്യൂമൻ ബീങ്സ് ഒക്കെ വരുന്നത്. ഓക്കെ, ആദ്യത്തെ പോയിന്റ് പറഞ്ഞത് എന്താണ്? ഓൾ ഓർഗാനിസംസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് 1 or more സെൽസ്. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? സെൽ ഈസ് ദ ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ്. നമ്മൾ നേരത്തെ സെല്ലിന്റെ ഡെഫിനിഷനിൽ പറഞ്ഞില്ലേ, ജീവൻ ആവശ്യമായ ഏറ്റവും ചെറിയ സ്ട്രക്ചറിനാണ് നമ്മൾ എന്ത് പറയുന്നത്? സെല്ല് എന്ന് പറയുന്നത്. മൂന്നാമത്തെ പോയിന്റ് ആണ് ന്യൂ സെൽസ് ഒറിജിനേറ്റ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽസ്. അതായത് പുതിയ സെൽസ് ഒക്കെ ജനിക്കുന്നത് എങ്ങനെയാണ്? മുന്നേ ഉണ്ടായിരിക്കുന്ന സെൽസ് എന്നാണ് പുതിയ സെൽസ് ഉണ്ടാകുന്നത്. അതായത് മുന്നേ ഉള്ള ഒരു സെല്ല് ഡിവൈഡ് ചെയ്തിട്ടാണ് എന്ത്? പുതിയ സെൽസ് ഉണ്ടാകുന്നത്. മുന്നേ ഉള്ള ഒരു സെല്ല് ഡിവൈഡ് ചെയ്തിട്ടാണ് പുതിയ സെൽസ് ഉണ്ടാകുന്നത്. ഇതാണ് എന്ത് പറഞ്ഞത്? ന്യൂ സെൽസ് ഒറിജിനേറ്റ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? സെൽ തിയറി ക്ലിയർ അല്ലേ? റുഡോൾഫ് വിർഷോ ആണ് സെൽ തിയറി പ്രപ്പോസ് ചെയ്തത്. ഇതിന്റെ പോയിന്റ്സ് എന്തൊക്കെയാണ്? ഓൾ ഓർഗാനിസംസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് 1 or more സെൽസ്. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? സെൽ ഈസ് ദ ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ്. മൂന്നാമത്തെ എന്താണ്? ന്യൂ സെൽസ് ഒറിജിനേറ്റ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽസ്. ഓക്കെ അല്ലേ?
ഓക്കെ, നമ്മുടെ ടോപ്പിക്കിന്റെ രണ്ടാമത്തെ പാർട്ട് എന്താണ്? ടിഷ്യൂസ് ആണ് അല്ലേ? ടിഷ്യൂസ്. ആദ്യത്തെ പാർട്ട് എന്താണ്? സെൽസ് ആണ്. രണ്ടാമത്തെ പാർട്ട് എന്താണ്? ടിഷ്യൂസ് ആണ്. ടിഷ്യൂസിന്റെ ഡെഫിനിഷൻ എന്താണ്? ദ ഗ്രൂപ്പ് ഓഫ് സിമിലർ ടൈപ്പ് ഓഫ് സെൽസ് ആർ നോൺ ആസ് ടിഷ്യൂസ്. ഒരു കൂട്ടം അല്ലെ, ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കൂട്ടം സെൽസ് ആണ്. എങ്ങനെയാണ്? സിമിലർ ടൈപ്പ്, ഒരേ ടൈപ്പുള്ള ഒരുപാട് സെൽസ്, ഒരേ ടൈപ്പുള്ള ഒരുപാട് സെൽസ് കൂടിയാൽ ഇതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ടിഷ്യൂ. ഓക്കെ, സെൽ എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിവിജ്വൽ ആണ് അല്ലേ, ഒരൊറ്റ ഒരാളാണ് സെൽസ്. ഇങ്ങനത്തെ സെല്ല്, കുറെ സെല്ല് ഒരുമിച്ച് കൂടിയാൽ ഉണ്ടാകുന്ന സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ടിഷ്യൂ. ഓക്കെ അല്ലേ? ഓക്കെ, അടുത്തതായി നമ്മൾ പറയുന്നത് എന്താണ്? പ്ലാന്റ് ടിഷ്യൂ അല്ലേ. നമ്മൾ ടിഷ്യൂവിനെ പറ്റി പറഞ്ഞു. ടിഷ്യൂസ് തന്നെ എന്തുണ്ട്? രണ്ട് ടൈപ്പ് ഉണ്ട്. ആദ്യത്തേതാണ് പ്ലാന്റ് ടിഷ്യൂ, പിന്നെന്താണ് ഉണ്ടാവുക? ആനിമൽ ടിഷ്യൂ ആണ് അല്ലേ. ഓക്കെ, പ്ലാന്റ് ടിഷ്യൂവിന്റെ കേസ് എടുക്കാം. പ്ലാന്റ് ടിഷ്യൂ, നമ്മൾ പ്ലാന്റ് ടിഷ്യൂവിനെ മെയിൻ ആയിട്ട് എന്താക്കും? രണ്ട് കാറ്റഗറി ആയിട്ട് വേർതിരിക്കുന്നുണ്ട്. ഒന്നാമത്തെ എന്താണ്? മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ, രണ്ടാമത്തത് പെർമനന്റ് ടിഷ്യൂ. രണ്ട് ടൈപ്പ് ഓഫ് ടിഷ്യൂസ് ആണ്, മെരിസ്റ്റമാറ്റിക്കും പെർമനന്റും. അപ്പോൾ ഇതിന്റെ ഡിഫറൻസ് എന്താ നോക്കാം. മെരിസ്റ്റമാറ്റിക്കിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഡിവിഷൻ പോസിബിൾ ആണ്. നമ്മൾ പറഞ്ഞ എന്താണ്? എവറി സെൽ ഈസ് അറൈസിങ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽസ് ആണ് അല്ലേ. അപ്പോൾ ഈ മെരിസ്റ്റമാറ്റിക് സെല്ലിന് എന്ത് പറ്റും? ഡിവിഷൻ പോസിബിൾ ആണ്. പക്ഷെ പെർമനന്റ് ടിഷ്യൂ എന്താണ്? ഡിവിഷൻ പോസിബിൾ അല്ലാത്ത ടിഷ്യൂസിനാണ് എന്ത് പറയുന്നത്? പെർമനന്റ് എന്ന് പറയുന്നത്. ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ മെരിസ്റ്റമാറ്റിക് എന്ന് പറയും, ഡിവിഷൻ പോസിബിൾ അല്ലാത്ത ആൾക്കാരെ പെർമനന്റ് എന്ന് പറയും. ഇനി മെരിസ്റ്റമാറ്റിക്കിന്റെ കീഴിൽ 3 ടൈപ്പ് ഓഫ് ടിഷ്യൂസ് ആണ് വരുന്നത്. ഒന്ന് എപ്പിക്കൽ മെരിസ്റ്റം, 2 ലാറ്ററൽ മെരിസ്റ്റം, 3 എന്താണ്? ഇന്റർകാലറി മെരിസ്റ്റം. ഈ 3 മെരിസ്റ്റംസ് ആണ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂവിന്റെ അണ്ടറിൽ വരുന്നത്. ഓക്കെ, പെർമനന്റ് ടിഷ്യൂവിനെ നമ്മൾ വീണ്ടും എന്താക്കിയിട്ടുണ്ട്? രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സിമ്പിൾ ടിഷ്യൂ എന്നും പറയും, കോംപ്ലക്സ് ടിഷ്യൂ എന്ന് പറയും. സിമ്പിൾ ടിഷ്യൂ എന്താ വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ടിഷ്യൂ എങ്ങനെയാണ് ഉണ്ടാക്കിയത്? സെൽസ് വെച്ചിട്ടാണ് അല്ലേ. അപ്പോൾ ഒരേ ടൈപ്പ് ഓഫ് സെൽ പറയാം, സെയിം ടൈപ്പ് ഓഫ് സെല്ല് വരുന്നതിന് ആണ് എന്ത് പറയുന്നത്? സിമ്പിൾ ടിഷ്യൂ. സെയിം ടൈപ്പ് ഓഫ് സെൽസ് ആണ് ഇതിന്റെ കോമ്പണൻസ് എങ്കിൽ ഇതിനെ പറയുന്ന പേരാണ് എന്ത്? സിമ്പിൾ ടിഷ്യൂ. ഇനി സെൽസ് ഒക്കെ ഡിഫറെന്റ് ആണ്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സെൽസ് ആണെങ്കിലോ ഇതിനെ പറയുന്ന പേരാണ് എന്ത്? കോംപ്ലക്സ് ടിഷ്യൂ. അപ്പോൾ പെർമനന്റ് ടിഷ്യൂ എന്താണ്? 2 ടൈപ്പാണ് ഉള്ളത്. സിമ്പിൾ ടിഷ്യൂ ഉണ്ട്, കോംപ്ലക്സ് ടിഷ്യൂ ഉണ്ട്. സിമ്പിൾ ടിഷ്യൂ എന്ന് പറഞ്ഞാൽ സെയിം ടൈപ്പ് ഓഫ് സെൽസ് ആണ്. കോംപ്ലക്സ് ടിഷ്യൂ ആണെങ്കിലോ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സെൽസ് ആണ്. ഓക്കെ അല്ലേ? ഈ സിമ്പിൾ ടിഷ്യൂവിന്റെ എക്സാമ്പിൾസ് 3 എണ്ണമാണ് ഉള്ളത്. പേരൻകൈമ, കോളൻകൈമ, സ്ക്ലിയറൻകൈമ. ഓക്കെ, 3 എക്സാമ്പിൾസ് ആണുള്ളത്. പേരൻകൈമ, കോളൻകൈമ, സ്ക്ലിയറൻകൈമ. കോംപ്ലക്സിന്റെ കേസിൽ 2 എക്സാമ്പിൾസ് ആണുള്ളത്. ഒന്നെന്താണ്? സൈലമാണ്, രണ്ടാമത്തത് ഫ്ലോയമാണ്. ഓക്കെ അല്ലേ? ഇതാണ് പ്ലാന്റ് ടിഷ്യൂവിന്റെ ഒരു ഓവറോൾ ലുക്ക് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? നമുക്ക് ആനിമൽ ടിഷ്യൂവിനെ പറ്റി ഒന്ന് നോക്കാം. ഓക്കെ, ആനിമൽ ടിഷ്യൂ 4 ടൈപ്പാണുള്ളത്. 1, 2, 3, 4 4 ടൈപ്പാണുള്ളത്. ആദ്യത്തേതാണ് എന്ത്? എപ്പിത്തീലിയൽ ടിഷ്യൂ. എന്താണ്? എപ്പിത്തീലിയൽ ടിഷ്യൂ. എപ്പിത്തീലിയൽ ടിഷ്യൂവിന്റെ പ്രത്യേകത ഇവിടെ എഴുതിയിട്ടുണ്ട്. കവേഴ്സ് ആൻഡ് പ്രൊട്ടക്ട് ദ സർഫസ് ഓഫ് ദ ബോഡി. അപ്പോൾ ഒരു ബോഡിന്റെ പുറത്ത് കാണുന്നതാണ് അല്ലെ. കവർ ചെയ്യുക, പ്രൊട്ടക്ട് ചെയ്യുക, പുറത്ത് കാണുന്ന സെൽസ് ആണ്. അപ്പോൾ ഒരു ബോഡിന്റെ ഏറ്റവും പുറത്ത് കാണുന്ന സെൽസിനാണ് എന്ത് പറയുക? എപ്പിത്തീലിയൽ ടിഷ്യൂ എന്ന് പറയുന്നത്. ഇതിന്റെ ഫംഗ്ഷൻ ആണ് പറഞ്ഞത് കവർ ആൻഡ് പ്രൊട്ടക്ട് ദ ബോഡി. ഓക്കെ അല്ലേ? ആദ്യത്തെ ടൈപ്പാണ് എപ്പിത്തീലിയൽ ടിഷ്യൂ. രണ്ടാമത്തെ എന്താണ്? കണക്റ്റീവ് ടിഷ്യൂ ആണ്. കണക്റ്റീവ് ടിഷ്യൂവിന്റെ ഫംഗ്ഷൻ എന്തായിരിക്കും? പേര് തന്നെ ഉണ്ട് അല്ലേ, കണക്ട് വേരിയസ് പാർട്ട് ടുഗദർ. അതായത് വേറെ വേറെ പാർട്സിനെ ഒരുമിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ടിഷ്യൂ ആണ് എന്ത്? കണക്റ്റീവ് ടിഷ്യൂ. ഓക്കെ, മൂന്നാമത്തതാണ് എന്ത്? മസിൽ ടിഷ്യൂ. മസിൽ ടിഷ്യൂ എന്താണ്? മസിലാണ് അല്ലേ. മസിലിന്റെ ഫംഗ്ഷൻ ആണ് എന്ത്? മൂവ്മെന്റ് ആൻഡ് ലോക്കോമോഷൻ. നമ്മളെ സഞ്ചരിക്കാൻ വേണ്ടി സഹായിക്കുന്ന ടൈപ്പ് ഓഫ് ടിഷ്യൂ ആണ് എന്ത്? മസിൽ ടിഷ്യൂ. ഓക്കെ അല്ലേ? നാലാമത്തെ എന്താണ്? ന്യൂറൽ ടിഷ്യൂ. ന്യൂറൽ ടിഷ്യൂ ബ്രെയിനും അതിന്റെ ഫങ്ഷൻസുമായി ബന്ധപ്പെട്ടതാണ് എന്ത്? ന്യൂറൽ ടിഷ്യൂ. കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ് ബോഡിലി ആക്ടിവിറ്റീസ്. അതായത് ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട നമ്മളെ ബോഡിയിലുള്ള ഓരോരോ സെൻസേഷൻസും റെസ്പോൺസും ഒക്കെ കൺട്രോൾ ചെയ്യുന്നതാണ് എന്ത്? ന്യൂറൽ ടിഷ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആനിമൽ സെൽസിലുള്ള 4 ടൈപ്പ് ഓഫ് ടിഷ്യൂസിനെ പറ്റിയാണ് ഇപ്പം പറഞ്ഞത്.
ആദ്യത്തേത് എപ്പിത്തീലിയൽ ടിഷ്യൂ ആണ്. എവിടെയാണ് കാണപ്പെടുന്നത്? ഔട്ടർ സർഫസിലാണ് കാണപ്പെടുന്നത്. രണ്ടാമത്തെ എന്താണ്? കണക്റ്റീവ് ടിഷ്യൂ ആണ്. കണക്റ്റീവ് ടിഷ്യൂ നമ്മളെ വേരിയസ് പാർട്സ് തമ്മിൽ എന്ത് ചെയ്യും? ജോയിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. മൂന്നാമത്തെ എന്താണ്? മസിൽ ടിഷ്യൂ ആണ്. മൂവ്മെന്റിന് ഹെൽപ്പ് ചെയ്യും. നാലാമത്തെ എന്താണ്? ന്യൂറൽ ടിഷ്യൂ ആണ്. കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ, അതായത് ബ്രെയിനുമായിട്ട് റിലേറ്റ് ചെയ്ത ഫംഗ്ഷൻസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ടിഷ്യൂസിനാണ് എന്ത് പറയുന്നത്? ന്യൂറൽ ടിഷ്യൂ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, ഇത്രയാണ് ഈ ഭാഗത്ത് വരുന്ന എന്താണ് മെയിൻ ടോപ്പിക്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ ടോപ്പിക്സ് സെലക്റ്റീവ് ആയിട്ട് എടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഈ ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് കൂടി നമുക്ക് നോക്കാം. ഓക്കെ അല്ലേ? ഓക്കെ, ക്വസ്റ്റ്യൻ 1 എന്താണ്? ദ കൺട്രോൾ സെന്റർ ഓഫ് ദ സെൽ ഈസ്. സെല്ലിന്റെ കൺട്രോൾ സെന്റർ എന്താണെന്നാണ് ചോദിച്ചത്. ഓക്കെ, നമുക്കറിയാം ഒരു സെല്ലാണ്, ഇതൊരു സെല്ലാണെന്ന് വിചാരിക്കാം. അപ്പോൾ സെല്ലിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വൺ ഓഫ് ദ പാർട്സ് ആണ് എന്ത്? ഇതിൻ്റെ ന്യൂക്ലിയസ്. ഈ ന്യൂക്ലിയസ് ആണ് എന്ത്? സെല്ലിനെ മൊത്തമായിട്ട് കൺട്രോൾ ചെയ്യുന്നത് അല്ലേ? അപ്പോൾ സെല്ലിന്റെ കൺട്രോൾ സെന്റർ ഏതാണ്? ഒരു സെല്ലിന്റെ കൺട്രോൾ സെന്റർ ഏതാണ്? ന്യൂക്ലിയസ് ആണ്. ഓക്കെ, ന്യൂക്ലിയസ് ആണ് ഒരു സെല്ലിന്റെ കൺട്രോൾ സെന്റർ. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 2, ദ ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസ് പ്രസന്റ് ബിറ്റ്വീൻ ദ സെൽ മെംബ്രെയിൻ ആൻഡ് ന്യൂക്ലിയസ് ഈസ്. അപ്പോൾ ഇതാണൊരു സെൽ മെംബ്രെയിൻ അല്ലേ? സെല്ലിന്റെ കവറിംഗ് ആണ് സെൽ മെംബ്രെയിൻ. ഇതാണ് എന്ത്? നേരത്തെ വരച്ച ന്യൂക്ലിയസ്. ഓക്കെ, ഈ സെൽ മെംബ്രെയിൻ്റെയും ന്യൂക്ലിയസിന്റെയും ഇടയിലുള്ള ഇത്രയും പോർഷൻ, ഇതാണ് ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസ് എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞത്. ഈ പോർഷനെ വിളിക്കുന്ന പേരെന്താണെന്നാണ് ചോദിച്ചത്. ഈ പോർഷൻ എന്താണ് വിളിക്കുക? യെസ്, എന്താണ്? സൈറ്റോപ്ലാസം എന്നാണ് വിളിക്കുക. ഓക്കെ, സെൽ മെംബ്രെയിൻ്റെയും ന്യൂക്ലിയസിന്റെയും ഇടയിൽ കാണപ്പെടുന്ന ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസിനെ വിളിക്കുന്ന പേരെന്താണ്? സൈറ്റോപ്ലാസം എന്നാണ് കേട്ടോ. ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആബ്സെന്റ് ഇൻ ആനിമൽ സെൽ? താഴെ തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ ആനിമൽ സെല്ലിൽ നമുക്ക് കാണാൻ പറ്റാത്തത് ഏതാണെന്നാണ് ചോദിച്ചത്. സെൽ വാൾ ഉണ്ട്, സെൽ മെംബ്രെയിൻ, മൈറ്റോകോൺട്രിയ, സൈറ്റോപ്ലാസം. ഇതാണ് ഓപ്ഷൻസ്. ഇതിൽ ഏതാണ് ആനിമൽ സെല്ലിൽ ആബ്സെന്റ് ആയതെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, എല്ലാവരും ഒന്ന് താഴത്ത് കമന്റ് ഇട്ടോളൂ കേട്ടോ, ഏതാണ് ആൻസർ എന്ന്. ഓക്കെ, അപ്പോൾ ആൻസർ ഏതാണ്? യെസ്, സെൽ വാൾ ആണ് ആനിമൽ സെല്ലിൽ ആബ്സെന്റ് ആയ പാർട്ട്. ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ടിഷ്യൂ ഇൻ പ്ലാന്റ് ട്രാൻസ്പോർട്ട് വാട്ടർ? വാട്ടർ ട്രാൻസ്പോർട്ട്, അതായത് റൂട്ടിൽ നിന്ന് ലീഫിലേക്ക് വെള്ളം എത്തിക്കാൻ സഹായിക്കുന്ന പ്ലാന്റിലുള്ള പാർട്ട് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, പ്ലാന്റിൽ വാട്ടർ ട്രാൻസ്പോർട്ടിന് ഹെൽപ്പ് ചെയ്യുന്ന പാർട്ട് ഏതാണ്? ഓക്കെ, സൈലമാണ് കേട്ടോ. സൈലമാണ് എന്താണ്? വാട്ടർ ട്രാൻസ്പോർട്ടിന് ഹെൽപ്പ് ചെയ്യുന്ന പാർട്ട്. ഓക്കെ അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 5, വിച്ച് ടിഷ്യൂ ട്രാൻസ്മിറ്റ് മെസ്സേജസ് ഇൻ ബോഡി? നമ്മൾ നേരത്തെ ആനിമൽ ടിഷ്യൂ എടുത്തരം പറഞ്ഞു. ബ്രെയിനുമായിട്ട് റിലേറ്റ് ചെയ്ത ഫംഗ്ഷൻസ് ഒക്കെ ചെയ്യുന്ന ടൈപ്പ് ഓഫ് ടിഷ്യൂ ഏതാണ്? ന്യൂറൽ ടിഷ്യൂ. ന്യൂറൽ ടിഷ്യൂവിന്റെ മറ്റൊരു പേരാണെന്ത്? നെർവസ് ടിഷ്യൂ എന്ന് പറയുന്നത്. ഇതിന്റെ ഫംഗ്ഷൻസ് എന്താണ്? ട്രാൻസ്മിറ്റ് മെസ്സേജസ്. ഓക്കെ, നമ്മളെ ബ്രെയിനിൽ നിന്ന് വരുന്ന മെസ്സേജിനെ ബോഡി പാർട്സിലേക്ക് എത്തിക്കലും ഇവിടുന്ന് തിരിച്ചുള്ള റെസ്പോൺസസിനെ തിരിച്ചു കൊണ്ടുപോകലും. ഇതാണ് എന്ത്? ട്രാൻസ്മിറ്റ് മെസ്സേജസ് എന്ന് പറഞ്ഞാൽ. ഇത് ആരെ ഫംഗ്ഷൻ ആണ്? നെർവസ് ടിഷ്യൂവിന്റെ ഫംഗ്ഷൻ ആണ്. ഓക്കെ അല്ലേ? ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 6 നോക്കാം. വിച്ച് ടിഷ്യൂ കവേഴ്സ് ദ സർഫസ് ഓഫ് ദ ബോഡി ആൻഡ് ഓർഗൻസ്? ഓക്കെ, നമ്മൾ ആനിമൽ ടിഷ്യൂസ് ലിസ്റ്റ് ചെയ്തേരം പറഞ്ഞിട്ടുണ്ട്. ഏതാണ്? ബോഡി കവർ ചെയ്യാൻ, അതായത് പ്രൊട്ടക്ഷൻ ഒക്കെ ഫംഗ്ഷൻ വരുന്ന ടൈപ്പ് ഓഫ് ടിഷ്യൂ ആണ് അല്ലേ? ഏതാണ് ടിഷ്യൂ? എല്ലാവരും പറഞ്ഞേ. യെസ്, എപ്പിത്തീലിയൽ ടിഷ്യൂ. എപ്പിത്തീലിയൽ ടിഷ്യൂ ആണ് എന്ത്? കവേഴ്സ് ദ സർഫസ് ഓഫ് ദ ബോഡി. ബോഡി സർഫസ് കവർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഏതാണ്? എപ്പിത്തീലിയൽ ടിഷ്യൂ ആണ്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, ഡെഡ് മെക്കാനിക്കൽ ടിഷ്യൂ ഓഫ് പ്ലാന്റ്, അതായത് പ്ലാന്റ്സിൽ കാണപ്പെടുന്ന ഡെഡ് ആയിട്ടുള്ള മെക്കാനിക്കൽ ടിഷ്യൂ. മെക്കാനിക്കൽ എന്ന് പറഞ്ഞാൽ സപ്പോർട്ട് തരാൻ വേണ്ടി, സ്ട്രെങ്ത് തരാൻ വേണ്ടി ഉള്ള ടിഷ്യൂവിനാണ് നമ്മൾ എന്ത് പറയുക? മെക്കാനിക്കൽ ടിഷ്യൂ എന്ന് പറയാം. അപ്പോൾ പ്ലാന്റ്സിൽ പ്രസന്റ് ആയിട്ടുള്ള ഡെഡ് ആയിട്ടുള്ള മെക്കാനിക്കൽ ടിഷ്യൂ ഏതാണ്? യെസ്, സ്ക്ലീറൻകൈമ. ഓക്കെ അല്ലേ? സ്ക്ലീറൻകൈമ ആണ് പ്ലാന്റ്സിലുള്ള ഡെഡ് മെക്കാനിക്കൽ ടിഷ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
ഫ്ലോയം മെയിൻലി ട്രാൻസ്പോർട്ട്സ്. നമ്മൾ നേരത്തെ സൈലത്തിന്റെ പറഞ്ഞല്ലേ, സൈലം എന്താണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്? വാട്ടർ ആണ് അല്ലേ, വാട്ടർ ട്രാൻസ്പോർട്ട് ആണ് സൈലത്തിന്റെ മേജർ ഫംഗ്ഷൻ. അപ്പൊ നമ്മൾ ചോദിച്ചത് എന്താണ്, ഫ്ലോയത്തിന്റെ മേജർ ഫംഗ്ഷൻ ഏതാണ്, എന്ത് ട്രാൻസ്പോർട്ട് ചെയ്യലാണെന്ന്. ഫ്ലോയം എന്താണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്? യെസ്, ഫുഡ് ആണ് അല്ലേ. സൈലം എന്ത് ചെയ്യും, റൂട്ടിൽ നിന്ന് ലീഫിലേക്ക് എന്ത് കൊണ്ടുവരും, വാട്ടർ കൊണ്ടുവരും. ഈ ലീഫിൽ വെച്ച് എന്ത് നടക്കും, ഫോട്ടോസിന്തസിസ് നടക്കും അല്ലേ. ഫോട്ടോസിന്തസിന്റെ ബൈ പ്രൊഡക്റ്റ് ആണ് എന്ത്, ഫുഡ്, ഗ്ലൂക്കോസ്. ഓക്കെ, ഈ ഫുഡിനെ തിരിച്ച് മറ്റു പാർട്ടിലേക്കൊക്കെ എത്തിക്കലാണ് ആരെ ഫംഗ്ഷൻ, ഫ്ലോയത്തിന്റെ ഫംഗ്ഷൻ. അപ്പം ഫ്ലോയം മെയിൻലി ട്രാൻസ്പോർട്ട് എന്താണ്, ഫുഡ് ആണ്. ഓക്കെ അല്ലേ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 9. എ ബ്രാഞ്ച് ഓഫ് സയൻസ് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് സെൽ. സെല്ലിനെ പറ്റി പഠിക്കുന്ന സയൻസിന്റെ ശാഖ ഏതാണെന്നാണ് ചോദിച്ചത്. ഓക്കെ, ഏതാണ് ആൻസർ വരുന്നത്, ഏതാണ്? യെസ്, സൈറ്റോളജി. സൈറ്റോ എന്ന് പറഞ്ഞാൽ എന്താണ്, സെല്ലാണ് അല്ലേ. സൈറ്റോപ്ലാസം ഒക്കെ പറയില്ലേ. സൈറ്റോ പറഞ്ഞാൽ എന്താണ്, സെല്ലാണ്. അപ്പോൾ സെല്ലിനെ പറ്റി പഠിക്കുന്ന ബ്രാഞ്ചിനാണ് എന്ത് പറയാ, സൈറ്റോളജി എന്ന് പറയാം. ഓക്കെ, ക്ലിയർ അല്ലേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇൻ വിച്ച് പാർട്ട് ഓഫ് ദ സെൽ ആർ ക്രോമസോംസ് ഫൗണ്ട്? അതായത് ക്രോമസോം എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ DNA ഒക്കെ ഉള്ള പാർട്ടിനാണ് എന്ത് പറയുന്നത്, ക്രോമസോം എന്ന് പറയുന്നത്. ജനറ്റിക് മെറ്റീരിയൽ എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഈ ക്രോമസോംസിനെ പറ്റിയൊക്കെ നിങ്ങൾ ഹയർ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഈ ക്രോമസോംസ് ഏത് പാർട്ടിലാണ് ഫൗണ്ട് ചെയ്യുന്നത്? അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, ഒരു സെല്ലിനെ കൺട്രോൾ ചെയ്യുന്ന പാർട്ട് ഏതാണ്, ന്യൂക്ലിയസ്. ഈ ന്യൂക്ലിയസിന്റെ അകത്താണ് എന്തുള്ളത്, ക്രോമസോംസ് ഉള്ളത്. ഓക്കെ, ന്യൂക്ലിയസിന്റെ അകത്താണ് എന്തുള്ളത്, ക്രോമസോംസ് ഉള്ളത്. അപ്പോൾ ക്രോമസോം ഈസ് ഫൗണ്ട് ഇൻ വിച്ച് പാർട്ട്, ഏതാണ്? യെസ്, ന്യൂക്ലിയസ് ആണ് കേട്ടോ. ഒരു സെല്ലിന്റെ വൺ ഓഫ് ദ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് ന്യൂക്ലിയസ്. കാരണം അതിൻ്റെ അകത്താണ് എന്തുള്ളത്, ക്രോമസോംസ് ഉള്ളത്. ഓക്കെ അല്ലേ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 11. വിച്ച് സെൽ ഓർഗനൽ പാക്കേജസ് ആൻഡ് സെക്രീറ്റ്സ് മെറ്റീരിയൽ ഇൻ ദ സെൽ? അപ്പോൾ സെല്ലിൽ ഉണ്ടാകുന്ന മെറ്റീരിയൽസിനെ പാക്ക് ചെയ്യുകയും അതിനെ പുറത്തേക്ക് തള്ളുക, അതാണ് എന്ത് പറയുന്നത്, സെക്രീറ്റ് എന്ന് പറയുന്നത്. പാക്ക് ചെയ്തിട്ട് പുറത്തേക്ക് എത്തിക്കുന്ന ഓർഗനൽ ഏതാണ്? സെൽ ഓർഗനൽ എന്ന് വെച്ചാൽ സെല്ലിൻ്റെ അകത്ത് നമ്മൾ കാണുന്ന ന്യൂക്ലിയസ്, സൈറ്റോപ്ലാസം, ഇതുപോലുള്ള എന്താണ് ഗോൾജി കോംപ്ലക്സ്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഇങ്ങനത്തെ ഉള്ള ആൾക്കാരാണ് എന്ത് പറയുന്നത്, സെൽ ഓർഗനൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ മെറ്റീരിയൽസിനെ പാക്ക് ചെയ്തിട്ട് സെക്രേറ്റ് ചെയ്യുന്ന ഓർഗനൽ ഏതാണ്, ഏതാണ്? ഗോൾജി ബോഡീസ്. ഓക്കെ, ഗോൾജി ബോഡീസ് ആണ്. ഓക്കെ അല്ലേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ സെൽ ഓർഗനൽ റെസ്പോൺസിബിൾ ഫോർ ഫോട്ടോസിന്തസിസ്. എല്ലാവർക്കും അറിയാം അല്ലേ, ഫോട്ടോസിന്തസിസിന് ഏത് സെല്ലാണ്, ഏത് സെൽ ഓർഗനലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഏതിന്റെ ഹെൽപ്പാണ് നമുക്ക് ആവശ്യമുള്ളത്? യെസ്, ക്ലോറോപ്ലാസ്റ്റ് അല്ലേ. ക്ലോറോപ്ലാസ്റ്റിന്റെ ഹെൽപ്പോടെയാണ് എന്ത് നടക്കുന്നത്, ഫോട്ടോസിന്തസിസ് നടക്കുന്നത്. ഓക്കെ അല്ലേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് among the following is a connective tissue? നമ്മൾ നേരത്തെ പറഞ്ഞു ടിഷ്യൂസിന്റെ 4 ക്ലാസിഫിക്കേഷൻ പറഞ്ഞു അല്ലേ. അപ്പോൾ കണക്റ്റീവ് ടിഷ്യൂ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, രണ്ട് പാർട്ടിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഈ കണക്റ്റീവ് ടിഷ്യൂവിന്റെ എക്സാമ്പിൾ ആണ് ചോദിച്ചത്. ഓപ്ഷൻസ് ഏതൊക്കെയാണ്, മസിൽ, ബോൺ, സ്കിൻ, എപ്പിഡെർമിസ് അല്ലേ. എപ്പിഡെർമിസ് എന്ന് പറഞ്ഞാൽ ഔട്ടർ മോസ്റ്റ് ലെയർ ആണ്, എപ്പോഴും പുറത്ത് കാണുന്ന ലെയർ ആണ്. അപ്പോൾ എപ്പിഡെർമിസ് ആണോ ആൻസർ? അല്ല അല്ലേ. അടുത്ത എന്താണ്, സ്കിൻ. നമുക്കറിയാം സ്കിൻ എവിടെ കാണുന്നത്, യെസ്, സ്കിന്നും എന്താണ്, പുറത്ത് കാണുന്ന ലെയർ ആണ്. അപ്പൊ സ്കിന്നും അല്ല എപ്പിഡെർമിസും അല്ല. പിന്നെ ഉള്ളത് മസിലും ബോണും ആണ്. അപ്പൊ മസിലിന് ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ടിഷ്യൂ സിസ്റ്റം തന്നെ പഠിച്ചിരിക്കും അല്ലേ, മസിൽ ടിഷ്യൂസ് എന്ന് പറഞ്ഞിട്ട്. മസിൽ ടിഷ്യൂസ്. അപ്പോൾ മസിലാണോ കണക്റ്റീവിന് എക്സാമ്പിൾ ആണോ മസിൽ? അല്ല, മസിൽ എന്താണ്, മസിൽ ടിഷ്യൂസ് എന്ന് പറഞ്ഞാൽ വേറെ കാറ്റഗറി ആണ് അല്ലേ. അപ്പൊ ആൻസർ ഏതാണ് വരുന്നത്, ബോൺ. ഓക്കെ, കണക്റ്റീവ് ടിഷ്യൂവിന്റെ എക്സാമ്പിൾ ആണ് ബോൺ. ബോൺ അല്ലാണ്ട് വേറൊരു എക്സാമ്പിൾ കൂടി ഉണ്ട്, കോമൺ ആയിട്ടുള്ള ബ്ലഡ്. ഓക്കെ, ബോണ്, ബ്ലഡ് ഒക്കെ ആണ് എന്തിന്റെ എക്സാമ്പിൾ, കണക്റ്റീവ് ടിഷ്യൂവിന്റെ എക്സാമ്പിൾസ്. ഓക്കെ അല്ലേ. ഓക്കെ, വിച്ച് പ്ലാന്റ് ടിഷ്യൂ ഈസ് റെസ്പോൺസിബിൾ ഫോർ ഗ്രോത്ത് ഇൻ ലെങ്ത്? നമ്മൾ പറഞ്ഞു എങ്ങനെയാണ് ലെങ്ത് കൂടുക, എങ്ങനെയാണ്, ഡിവിഷൻ വഴിയാണ് അല്ലേ. ഡിവിഷൻ, സെൽ ഡിവിഷൻ വഴിയാണ് ഗ്രോത്ത് ഇൻക്രീസ് ആവുന്നത്. അപ്പോൾ ഡിവിഷൻ കാണിക്കാൻ കഴിയുന്ന ടിഷ്യൂസ് കാരണമാണ് എന്തുണ്ടാവുക, ഗ്രോത്ത് ഉണ്ടാവുക. ഓക്കെ, ഗ്രോത്ത് ഉണ്ടാകാൻ കാരണം സെൽ ഡിവിഷൻ ആണ്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന എക്സാമ്പിളിൽ ഏതാണ് ഡിവിഷൻ പോസിബിൾ ആയത് നോക്കാം. സൈലം, ഫ്ലോയം, ഇത് രണ്ടും എന്താണ്,
പെർമനന്റ് ടിഷ്യൂവിന്റെ അണ്ടറിൽ വരുന്നതാണ് അല്ലേ. പെർമനന്റ് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ പറഞ്ഞത്? പെർമനന്റ് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിവിഷൻ പോസിബിൾ അല്ലാത്തത് അല്ലേ. അപ്പൊ ഡിവിഷൻ പോസിബിൾ അല്ലാത്തതാണ് പെർമനന്റ് ടിഷ്യൂ. അപ്പൊ പെർമനന്റ് ടിഷ്യൂ കാരണം എന്തുണ്ടാവില്ല? ഒരിക്കലും ഗ്രോത്ത് ഉണ്ടാവില്ല അല്ലേ. പെർമനന്റ് ടിഷ്യൂ ക്യാൻസൽ ചെയ്തു. സൈലോം ഫ്ലോയും എന്താണ്? പെർമനന്റിന്റെ അണ്ടറിൽ വരുന്നതാണ് അല്ലേ. അപ്പൊ അവർക്കും എന്ത് പറ്റൂല? ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റൂല. അപ്പൊ നമ്മൾ എന്ത് ചെയ്ത്? അതും ക്യാൻസൽ ചെയ്തു. അപ്പൊ ആൻസർ ഏതാണ്? യെസ്, മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ കാരണമാണ് എന്തുണ്ടാകുന്നത്? ഗ്രോത്ത് ഉണ്ടാകുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, 15th question. The cell wall in plant cell is mainly made up of. ഓക്കെ, നമ്മൾ സെൽ വാളിന്റെ കേസ് പറഞ്ഞില്ലേ. ആനിമൽ സെല്ലിൽ എന്താണ്? ആബ്സെന്റ് ആണ്. പ്ലാന്റ് സെല്ലിൽ മാത്രമേ എന്തുള്ളൂ? സെൽ വാൾ ഉള്ളൂ അല്ലേ. അപ്പോൾ ഈ സെൽ വാൾ ഈസ് മെയിൻലി മെയ്ഡ് അപ്പ് ഓഫ്. സെൽ വാൾ ഉണ്ടാക്കിയ മെറ്റീരിയൽ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എല്ലാവർക്കും അറിയുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും അല്ലേ. പ്ലാന്റ് സെല്ലിൽ സെൽ വാൾ ഉണ്ടാക്കിയ എന്ത് വെച്ചിട്ടാണ്? സെല്ലുലോസ്. ഓക്കെ, സെല്ലുലോസ് വെച്ചിട്ടാണ് പ്ലാന്റ് സെല്ലിൽ സെൽ വാൾ ഉണ്ടാക്കിയത് അല്ലേ. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ ഇതിൽ നിന്ന് സെലക്ട് ചെയ്തെടുത്ത ക്വസ്റ്റ്യൻസ്. അപ്പൊ നമ്മൾ ഇതിലെ എക്സ്ട്രാ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യും? പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പൊ എല്ലാവർക്കും അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ബൈ. താങ്ക് യു.